ഹലോ ഹലോ കൊച്ചോളെ നീ എവിടാ? നീ കരയുവാണോ? നീ എവിടാ? നീ ഇങ്ങോട്ട് ഒന്ന് വരാവോ? അയ്യോ, ഞാൻ ചേട്ടന്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നയാ. എന്നോട് പറഞ്ഞതാണല്ലോ. എന്താ കാര്യം? നീ അമ്മയടുത്ത് ഒന്ന് മാറി നിൽക്കാവോ? നീ വെയിറ്റ് ചെയ്. പറ. എന്റെ ജീവിതം എന്റെ കൈ വിട്ട് പോകുന്നു തോന്നുന്നു. എന്തു പറ്റിയടി? എല്ലാം നശിക്കാൻ പോവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്താടി, എന്തു പറ്റി? ചേട്ടന് ഞാൻ അരുതാത്ത രീതിയിൽ കണ്ടു. ചേട്ടന്റെ ഇപ്പൊ എന്റെ അടുത്ത് പഴയതുപോലെ ഒന്നുമല്ല. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നേരിട്ട് ഫോണിൽ കണ്ടടി. കുറെ മെസ്സേജ്, കൂടെ നമ്മുടെ ലക്ഷ്മിയും രണ്ടുപേരും കൂടെ എന്നെ ചതിക്കുക. നീ എന്തായി പറയുന്നേ? ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും സംഭവിക്കില്ല. അല്ലേ തന്നെ നിനക്ക് ഇച്ചിരി ഓവർ തിങ്കിങ് കൂടുതലാതിരെ. അതിൽ ലക്ഷ്മി ചേച്ചിയുമായിട്ടോ? അതിന് അവര് തമ്മിൽ നേരത്തെ അറിയത്ത പോലും ഇല്ലല്ലോ. അഥവാ ഫോണിൽ എന്തെങ്കിലും കണ്ടെന്നും പറഞ്ഞോണ്ട് അത് അവിഹിതമാകുമോ ആതിരെ? എന്തായാലും ശരി, ഞാൻ വീട്ടിൽ വന്നിട്ട് നിന്നെ വിളിക്കാം. എനിക്കല്ലെങ്കിലും അറിയാം ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ എന്റെ മക്കളെ കളഞ്ഞ് വേറൊരാളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? പിന്നെ എങ്ങനെയാ മറ്റുള്ളവർ വിശ്വസിക്കുന്നത്? ചേട്ടാ അടുത്ത ആഴ്ചയല്ലേ മാമന്റെ കൂടെ കല്യാണം. എന്തായാലും ഗോൾഡ് എടുക്കണ്ടേ? എന്റെ മാമന്റെ മോക്ക് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണം കിട്ടിയിട്ട് വേണം എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു വിടാനാണ്. ഒന്നാമത് ശമ്പളത്തിന്റെ പേര് പറഞ്ഞ ഓഫീസിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നം നടക്കുക. ഈ മാസം കിട്ടുമെന്ന് പോലും നമ്പരാൻ പറ്റും. ഉള്ളത് എന്തെങ്കിലും കൂടുതൽ കൊടുക്കുക. മുന്നേ എന്നെ ഞാൻ പറയുക, ശമ്പളം ചിലപ്പോൾ ഈ മാസം കിട്ടിയെന്ന് വരത്തില്ല. എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ കരുതി വെച്ചു. സ്വർണ്ണം വെച്ചിട്ടെങ്കിൽ ഈ മാസം കാര്യങ്ങൾ നടന്നു. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അവൾ എന്നെ തൊട്ട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സാധനമല്ലേ. ചോറ് കഴിച്ചോ? ഓഫീസിലെ തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോറ് കഴിക്കാതിരിക്കട്ടെ. സമയത്ത് ചോറ് കഴിക്കണേ. അയ്യോ, ഇതെന്താ പറ്റി? ചോറ് തന്നിട്ട് കഴിച്ചോ? ഓ, എനിക്ക് ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് ഞാൻ വിളമ്പിട്ട് വെച്ചേ. ഞാൻ വന്ന് വിളമ്പി തരത്തില്ലായിരുന്നു. അതെ, ഞാൻ വിളമ്പിട്ട് വെച്ച് ഇറങ്ങുന്നില്ലേ? അതല്ല,
ഒരു ദിവസമായില്ലേ നമ്മൾ തമ്മിലിരുന്ന് ഫുഡ് കഴിച്ചു. ഞാൻ അതാ പെട്ടെന്ന് പോയി കുളിച്ചിട്ടാണ് ഒന്നിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. ഇനി നിനക്ക് ചോറും കറിയാണ്ട് അടുക്കള ഇരിപ്പുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ വിളമ്പിട്ട് കഴിക്കും. എന്തിനാ അവിടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിനക്ക് എന്താ പറ്റി? എന്തെങ്കിലും ഉണ്ടെ തുറന്ന് പറ. നിങ്ങൾ ആകെപ്പാടെ മാറിപ്പോയി. നീ നിനക്ക് പലതും തോന്നും. നിനക്ക് വേണേ അവിടെ പോയി ചോറിട്ട് കഴിക്കും. നല്ലതായിട്ടത് എനിക്ക് നന്നായിട്ട് വിശന്നിട്ടാ ഞാൻ ചോറ് വിളമ്പിട്ട് കഴിച്ചത്. നിനക്കും ചോറ് അവിടെ ഇരിപ്പുണ്ട്, നീ വിളമ്പിട്ട് കഴിക്കും. നിനക്ക് നിന്റെ തോന്നൽ മൊത്തം എന്റെ അടിച്ചേപ്പിക്കാൻ നിൽക്കല്ലേ. എന്താ? ഇന്നത്തെ പുതിയ ഫോൺ മേടിച്ചോ? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മേ, ഇത്രയും പൈസയുടെ ഫോണോ? ശമ്പളം പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഈ മാസം ഇത്രയും പൈസയുടെ ഫോൺ വാങ്ങിച്ചോ? എന്നിട്ട് എന്തായിരിക്കും എന്റെ അടുത്ത് പറയുന്നത്? നീ ഇത് എന്തിനാണ് ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്നേ? നിങ്ങൾ എപ്പോഴാ പുതിയ ഫോൺ വാങ്ങിച്ചേ? നിങ്ങൾക്ക് ശമ്പളം പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു, എന്നിട്ട് ഇത്രയും വിലയുള്ള ഫോണോ? ഒരു വാക്ക് പോലും നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാനത് എന്ത് മേടിക്കാൻ നിന്നാലും നിന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമുണ്ടോ എനിക്ക്? ഇത് എന്റെയും അല്ല. അത് രാജയൊക്കെ അവന്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് ആയിട്ട് മേടിച്ചിവിടെ വെച്ചേ. പിന്നെങ്ങനെ ഈ ബില്ലിൽ നിങ്ങളുടെ പേര്? എടി അത് പിന്നെ രാജേഷ് അന്ന് ഞാൻ പോയ സമയത്ത് എനിക്ക് പൈസ അയച്ചു തന്നേ. അത് അതുകൊണ്ടല്ലേ ഞാൻ മേടിച്ചു. നിനക്കല്ലേ എല്ലാത്തിനും നമുക്ക് സംശയം. എവിടെങ്കിലും പുറത്ത് വല്ല ജോലി വല്ലതും കിട്ടിയത് പോയെങ്കിലും രക്ഷപ്പെടായിരുന്നു. നിന്റെ ഈ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ, അത് ഇവിടെ വെച്ച് നിർത്തിക്കോണം. എന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്കുള്ള. എന്താ പതിവില്ല നോക്കുന്നേ? രാവിലെ അമ്പലത്തിലൊക്കെ പോയോ? നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ കാണാൻ. ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ടാ വന്നെ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഞാൻ വിചാരിച്ചു 12 മണിയാകുമ്പോഴത്തേക്ക് എന്നെ വിഷ് ചെയ്യുമെന്ന്. ആ, അയക്കാത്തന്റെ ബുദ്ധിമുട്ടൂടെ ഉള്ളു. അവിടുത്തെ സീൻ നിനക്ക് അറിയാവുന്നല്ലേ. അറിയാം. എന്ത് ചെയ്യാൻ? സാരമില്ല. പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലേ? പിന്നെ മേടിക്കാതിരിക്കോ എന്റെ പൊന്നിന്? കണ്ണട തുറക്കരുത്. ഇല്ല. എന്തെന്നാലും തുറക്കരുത്. ഇല്ല. നോക്കി തുറന്നു. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാട്ടോ ഇത്. ഇഷ്ടപ്പെട്ടോ? നിനക്ക് നല്ല ചേർച്ച കാണും അത്.
കൊള്ളാം. നിനക്ക് ഇഷ്ടപ്പെട്ട കളറും അല്ലേ? ആവശ്യമായിരുന്നല്ല. പിന്നെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് നന്നായിട്ട് ഇണങ്ങും അത്. ദാ, എന്റെ വക വേറെ സമ്മാനം കൂടെ. മൊബൈലോ? നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനം അല്ലായിരുന്നു അത്? ആണോ? ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചേ. സന്തോഷമായോ? പിന്നെ ഭയങ്കര പൈസ ആയിക്കാണല്ലേ ഇപ്പൊ? അതിനെന്താ, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ മേടിച്ചു തരണ്ടേ? പൈസ എവിടുന്ന് ഇപ്പൊ? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത്. അയ്യോ താങ്ക് യു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്ര നാളുകൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചേ. താങ്ക് യു സോ മച്ച്. ഈ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല. സന്തോഷമായി എന്റെ പൊന്നിന്. സന്തോഷായി. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. ആണല്ലോ. എവിടെ പോയതാ? പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടായിരുന്നു.